സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെയധികം വേദനാജനകമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന വിജയ് സേതുപതിയുടെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് 32ഓളം പേർ മരിച്ചു. കുട്ടികളും സ്ത്രീകളും എല്ലാം അടക്കമാണ് 32 പേർ മരിച്ചു. 17ഓളം പേർ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അല്ലാതെ ചെറിയ പരിക്കുകളെ പറ്റി ചികിത്സയിലുള്ളവർ വേറെയുമുണ്ട്. എന്തായാലും വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. വിജയ് ആയിരുന്നാലും ശരി, ആരായാലും ശരി, പുതിയ പാർട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ പരിചയക്കുറവുകളുണ്ടാവും. അതായത് സിനിമാ നടന്മാർ നമുക്കറിയാം, ലോകത്തെവിടെയും ഉള്ളതുപോലെയല്ല തമിഴ്നാട്ടിൽ ഒരു സൈസ് വികാരമാണ് ജനങ്ങൾക്ക്. അപ്പോൾ വിജയ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ഒരു എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞില്ല. കേരളത്തിലൊന്നും അങ്ങനെ ഒരു വികാരമോ വിചാര പ്രകടനങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. അവർ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ, ദൈവത്തെ ആരാധിക്കുന്ന പോലെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഈ സിനിമാ താരങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയാണ് അവിടെ. തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേർക്ക് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ആയിരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സമ്മേളനത്തിലേക്ക് വിജയിയെ കാണാനും അതിൽ പങ്കെടുക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ അടുത്ത പ്രദേശമായ നാമക്കലിൽ നിന്ന് വരെ എത്തിയിരുന്നു. നാമക്കലിൽ ഒരു യോഗം കഴിഞ്ഞതാണ് അവരുടെ. അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ളവരും കൂടെ ചേർന്ന് ഈ കരൂരിൽ വന്നാണ് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടായത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു, അതൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ പരിചയക്കുറവ് അറിയാമല്ലോ. ഒരു ഫാൻ എന്ന് പറയുമ്പോൾ ഒരു ആൾക്കൂട്ടമാണ്. അവരെ കൺട്രോൾ ചെയ്യാനൊന്നും മുതിർന്ന നേതാക്കന്മാരോ അടുക്കും ചിട്ടയുള്ള ഒരു പാർട്ടി കേഡർ സംവിധാനങ്ങളോ ഒന്നും പാർട്ടിക്ക് ഇല്ലല്ലോ, ഇതുവരെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിടേണ്ടി വന്നതാണ്. അപ്പോൾ കേഡർ ലെവലിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കണം. അല്ലാതെ വെറും ആൾക്കൂട്ടമായിരുന്ന് ആളുകളെല്ലാം കൂടെ തിക്കിത്തിരക്കി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളും അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. എന്തായാലും ശരി, തമിഴ്നാട്ടിലെ ജനതയ്ക്കുണ്ടായ ഈ മരണത്തിലും അവിടെ ഉണ്ടായ അപകടത്തിലും നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം.